ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. പണ്ടൊരു ആശുപത്രിയിൽ മരിക്കാൻ കിടക്കാനായ അച്ഛനും പിന്നെ അവരുടെ ചുറ്റുഭാഗത്തും മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മക്കളുടെയൊക്കെ വിചാരം മരിക്കുന്നതിന് മുമ്പ് അച്ഛന് ഞങ്ങളുടെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി തരും എന്നായിരുന്നു അവരുടെയൊക്കെ ചിന്ത. അച്ഛന് അവരോട് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ ബുദ്ധിമാനായതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ സ്വത്തുക്കളൊക്കെ ഞാൻ എൻ്റെ വഴിയിൽ ഞാൻ ചെലവഴിച്ചു. ഇനി എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഒരു സ്വത്തുമില്ല എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വിടവാങ്ങി. അപ്പോൾ ഇതൊരു നമുക്ക് തിരിച്ചറിവിനുള്ള ഒരു കഥയാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ നമ്മുടെ വഴിയിൽ ചെലവഴിക്കാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിലുള്ള അനിയന്മാരും ചേട്ടന്മാർക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇല്ലാതായിരിക്കുകയാണ്. പക്ഷെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവരെ മടിയന്മാരാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവർക്ക് അവരുടേതായ രീതിയിൽ സമ്പാദിക്കാനുള്ള അവസരം കൂടി നമ്മൾ അവർക്ക് കൂടെ കൊടുക്കണം. പിന്നെ അവരും ഒന്നിനും കഴിവില്ലാത്തവരായി മാറും. പിന്നെ അവസാനം അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയും പല ബുദ്ധിമുട്ടുകളും അവർക്കും നേരിടേണ്ടി വരും. നമുക്കറിയാം, നമ്മൾ എത്ര രീതിയിൽ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുകയും ഓരോരോ ജോലി ചെയ്യുകയും ഓരോരോ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെ നമ്മളുടെ ഒരു കഠിനാധ്വാനവും അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനും നമ്മൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയി അതേ സ്ട്രോങ് നമ്മുടെ കൂടെയുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കണം. അവർക്കുള്ള അവസരം അതിന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കൂടുതൽ ആത്മഹത്യകളും നമ്മൾ കാണാറുണ്ട്. കാരണം അവർക്ക് നമ്മൾ മാത്രം സ്ട്രോങ് ആയിട്ട് കാര്യമില്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർക്കും ജീവിക്കാനുള്ള ധൈര്യവും അവർ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യം കൂടെ നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളുണ്ടാക്കിയ സ്വത്തുക്കളെ നമ്മൾ തന്നെ നമ്മളെ വഴിക്ക് ചെലവഴിക്കണം. അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് യാതൊരു ഉപകാരവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.